നമസ്കാരം. തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലെന്ന് പോലീസ്. തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനങ്ങളെ തള്ളിക്കളയുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ. മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളിൽ എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമോ അതോ ആത്മഹത്യയോ എന്ന ദുരൂഹതയിലേക്ക് നീങ്ങുന്നു. കുടുംബം കഴിച്ച തണ്ണിമത്തന്റെ സാമ്പിളുകളിൽ സിങ്ക് ഫോസ്ഫേറ്റും കണ്ടെത്തിയിരുന്നു. പഴത്തിൽ രാസവസ്തുക്കൾ കലർന്നത് ആകസ്മികമാണോ അതോ മനഃപൂർവ്വം കുത്തിവച്ചതാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇവരുടെ മരണത്തിന്റെ കാരണം തണ്ണിമത്തനിലൂടെ ഏറ്റ ഭക്ഷ്യവിഷബാധയാണെന്നാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ തണ്ണിമത്തനിലൂടെ ഉള്ളിൽ ചെന്ന എലിവിഷമാണ് മരണത്തിന് കാരണമെന്ന കണ്ടെത്തലാണ് കൊലപാതകമോ അതോ ആത്മഹത്യയോ എന്ന സംശയം ഉണർത്തുന്നത്. ഏപ്രിൽ 25 ശനിയാഴ്ചയാണ് അബ്ദുള്ള ധൊഖാഡിയ 45 വയസ്സ്, ഭാര്യ നസ്രീൻ 35 വയസ്സ്, മക്കളായ സൈനബ് 13 വയസ്സ്, ആയിഷ 16 വയസ്സ് എന്നിവർ ദാരുണമായി മരണപ്പെട്ടത്. അന്ന് രാത്രി സ്വന്തം വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്കായി ഇവർ മട്ടൻ പുലാവ് അടങ്ങുന്ന ഒരു വിരുന്നൊരുക്കിയിരുന്നു. വിരുന്നിൽ പങ്കെടുത്ത അതിഥികൾ മടങ്ങിയ ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് കുടുംബം തണ്ണിമത്തൻ മുറിച്ചു കഴിച്ചത്. എന്നാൽ പുലർച്ചെ 5 മണിയോടെ 4 പേർക്കും കഠിനമായ ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയോടെ 4 പേരും മരണത്തിന് കീഴടങ്ങി. മരണത്തിന് മുൻപ് അബ്ദുള്ള നൽകിയ മൊഴിയിൽ തണ്ണിമത്തൻ കഴിച്ച കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു എന്നതിനാൽ തന്നെ പഴത്തിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടിക്കിടെ ഡോക്ടർമാർ കണ്ടെത്തിയ അസ്വാഭാവികതയാണ് കേസിൽ വലിയ വഴിത്തിരിവായത്. മരിച്ചവരുടെ തലച്ചോർ, ഹൃദയം, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നു. സാധാരണഗതിയിൽ വിഷം ഉള്ളിൽ ചെന്നാൽ മാത്രം സംഭവിക്കുന്ന ഈ മാറ്റത്തെ തുടർന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഇതിലാണ് എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ സിങ്ക് ഫോസ്ഫേറ്റ് എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ ഇവർ കഴിച്ച തണ്ണിമത്തന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോഴും അതിലും ഇതേ രാസവസ്തു കണ്ടെത്തി. രാത്രിയിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച അതിഥികൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതും വിഷബാധ തണ്ണിമത്തനിലൂടെ മാത്രമാണ് സംഭവിച്ചതെന്ന നിഗമനത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ഇവർ കഴിച്ച തണ്ണിമത്തന്റെ സാമ്പിളുകളും സിങ്ക് ഫോസ്ഫേറ്റും കണ്ടെത്തിയിരുന്നു. അതേസമയം ഭക്ഷണം കഴിച്ച അതിഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഈ രാസവസ്തു അബദ്ധത്തിൽ പഴത്തിൽ കലർന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം കലർത്തിയതാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അബ്ദുള്ള ധുഖാഡിയുടെ ശരീരത്തിൽ മോർഫിൻ എന്ന ശക്തമായ വേദനാ സംഹാരിയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. ഇതിനു മുമ്പ് നടന്ന ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമാണോ, അബദ്ധത്തിൽ ശരീരത്തിലെത്തിയതാണോ അതോ ഇതിൽ കൂടുതൽ ദുരൂഹതയുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് മറ്റ് കുടുംബാംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. മാരകമായ എലിവിഷം തണ്ണിമത്തനിൽ എങ്ങനെ എത്തി എന്നതാണ് ഇപ്പോൾ പോലീസ് നേരിടുന്ന പ്രധാന ചോദ്യം. ഇത് അബദ്ധത്തിൽ പഴത്തിൽ കലർന്നതാണോ അതോ ഇവരെ കൊലപ്പെടുത്താൻ ആരെങ്കിലും മനഃപൂർവ്വം ഇതിൽ കുത്തിവെച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.